ഹായ് ഓൾ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ ആയാലോ? ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഡിലൈറ്റിന്റെ റെഡ് കളർ യാണും 4.5 mm ഹുക്കും ആണ്. എന്റെ കുറച്ച് തിക്കർ ആയിട്ടുള്ള യാണാണ്. അപ്പോഴായിരിക്കും ഈ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട് ആണ്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 51 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് തിന്നർ ആയിട്ടുള്ള യാൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 ടിപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഈ ചെയിൻ സ്റ്റിച്ചസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാം. അതായത് 61 71 81 അങ്ങനെ ചെയിൻ സ്റ്റിച്ചസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിത് ഫുള്ളും ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോ കുറച്ചുകൂടി വലിയ ബോ നമുക്ക് കിട്ടും. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു തിക്കർ യാണായതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 51 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലോട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ നെക്സ്റ്റ് ഉള്ളതിലോട്ടാണ്. അതായത് നമ്മളെല്ലാം ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, ദെൻ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, അങ്ങനെ ആ ഒരു റോ എൻഡ് ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ആ ഒരു റോ കഴിഞ്ഞു. ഇനി നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള സ്റ്റിച്ചിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടുള്ളൂ. ദെൻ ചെയിൻ 1 ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുള്ളതിന്റെ മുകളിലുള്ള സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചിന്റെ മുകളിൽ തന്നെയാണ് ഹാഫ് ഡബിൾ ക്രോഷേയും ചെയിൻ 1ഉം ചെയ്ത് കൊടുക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലും ചെയ്യുന്നത്. ഈ ഒരു റോ കംപ്ലീറ്റ്ലി അത് ചെയ്തതിന് ശേഷം അഗെയിൻ 2 ചെയിൻ ചെയ്ത് നമ്മൾ ടേൺ ചെയ്ത് സെയിം റിപ്പീറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണോ അതുവരെ ചെയ്യാം. ഞാനത് ഒരു റൗണ്ടും കൂടി ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വിഡ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് റോ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. They will come, like the sun, like the sun. They will be everything, everything. When you put it out there and it's pure, can't ask for anything more. Want to do this for you wholeheartedly.
നമ്മള് 3 റോസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരിക. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള യാണ് കട്ട് ചെയ്തിട്ട് നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാം. Like the sun, like the sun. They will be, they will be everything, everything. ഇനി നമ്മൾ ആ ഒരു ബോണ്ട് ഷേപ്പിൽ അത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു യാണ് ഉപയോഗിച്ചിട്ട് തന്നെ സെയിം കളർ യാണ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് അതിലോട്ട് ചുറ്റിക്കൊടുത്ത് ലാസ്റ്റ് നമുക്ക് അത് ബാക്കിൽ കെട്ടി ഹൈഡ് ചെയ്യാം. നീഡിൽ ഉപയോഗിച്ച് തന്നെ നമുക്കത് ഹൈഡ് ചെയ്യണം, എന്നാലാണ് ആ ഒരു നീറ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെഷ് ബോ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൽ ക്ലിപ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ആക്സസറി ആയിട്ടോ അല്ലെങ്കിൽ കീ ചെയിൻ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.